കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ പ്രതികാരത്തിന് ഇനിയും അവസാനമില്ലേ? ജൂലൈ 30 രാത്രിയിൽ മലവെള്ളത്തോടൊപ്പം ഒലിച്ചുപോയ ഒരു നാടും ചിതറിത്തെറിച്ചുപോയ ജീവനുകൾക്ക് മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കേണ്ടി വന്ന ഒരു ജനതയും അതിജീവനത്തിന് വേണ്ടിയുള്ള മുറവിളികളിലാണ് ഇപ്പോഴും. പഴയ ജീവിതം തിരിച്ചുപിടിക്കുന്നതിനായി ആ നാട്ടിലേക്ക് ഒഴുകേണ്ട സഹായങ്ങൾ ആരുടെയും ഔദാര്യമല്ല, ആ ജനതയുടെ അവകാശമാണ്. ദുരന്തത്തിന്റെ 11ാം നാൾ പ്രധാനമന്ത്രി സംഭവസ്ഥലം സന്ദർശിച്ചതു മുതൽ ഒടുവിൽ കേന്ദ്ര ബജറ്റ് ദിവസം വരെ സഹായ പ്രഖ്യാപനങ്ങൾക്കായി വയനാടും കേരളവും കാത്തിരുന്നെങ്കിലും ക്രൂരമായ അവഗണന മാത്രമായിരുന്നു ഫലം. ഏറ്റവും ഒടുവിലിതാ 529.5 കോടി രൂപയുടെ പലിശരഹിത വായ്പ അനുവദിച്ചപ്പോഴും വിചിത്ര കരാറുമായി കേന്ദ്രം വീണ്ടും കേരളത്തെ പരിഹസിക്കുകയാണ്. 1.5 മാസം കൊണ്ട് ആലോചിക്കണം, 1.5 മാസം കൊണ്ട് തുക വിനിയോഗിച്ചിരിക്കണമെന്നതാണ് കേന്ദ്ര നിബന്ധന. ഒറ്റ രാത്രിയിൽ ഇല്ലാതായി പോയൊരു ജനവാസ മേഖലയുടെ ശൂന്യതയ്ക്ക് മുന്നിലും പിഴുതെറിയപ്പെട്ട കുടുംബങ്ങളുടെ നിസ്സഹായതയ്ക്ക് മുന്നിലും കേരളത്തോടുള്ള ഈ ക്രൂര പരിഹാസം തുടരുന്നതിന്റെ കാരണം ഈ നാടിനോടുള്ള രാഷ്ട്രീയ പക തന്നെയാണോ? ന്യൂസ് ബസ് ചോദിക്കുന്നു, കേരളവും വയനാടും ഈ രാജ്യത്തല്ലേ?